പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടത് ലീലാമ്മ ചേച്ചി നമ്മുടെ അടുത്ത് വന്ന ഭാവവും അതിൻ്റെ കൂടെയുള്ള ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടിയായിരുന്നു. ഇന്ന് നമ്മുടെ പ്രിയപുത്രനായ സാബുവിൻ്റെ മൂത്താളിയൻ സ്റ്റാലിൻ കൂടെ വരുന്നതാണ്. അപ്പോൾ അമ്മ സാബുവിനെ ഇവിടെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. നമ്മുടെ ഓർമ്മകൾ എന്തോരം മാറ്റം വന്നിട്ടുണ്ട്, പഴയ പോലെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം സ്റ്റാലിൻ നേരത്തെ ഇവിടെ വന്ന വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിയുടെ ചാച്ചൻ മരിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കാണുക. അത് നമ്മൾ അതിസമയമില്ല, സമയം കുറവാണ്, കുറച്ച് നേരമേ ഉള്ളൂ. എങ്കിലും എല്ലാവരും ഒന്ന് കാണുക. പൊന്നെ നമ്മുടെ പൊന്നി പുറകെ നോക്കുന്നുണ്ട് കേട്ടോ. പൊന്നിയേ, ഇന്നത്തെ അമ്മയുടെ ആ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം ചിലർ ഇടയ്ക്ക് ഓടി വന്ന് കണ്ടിട്ട് നമ്മൾ പറഞ്ഞല്ലോ, പല അനാവശ്യ കാര്യങ്ങളും പറയുന്നു. അവരത് ശ്രദ്ധിക്കപ്പെടാതെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മാത്രമേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അല്ലാത്തൊരു വന്നവരെന്നൊക്കെ പറയുന്നുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണുക അമ്മയ്ക്ക് വന്നിരിക്കുന്ന മാറ്റം. അമ്മയുടെ സാബു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റാണ്. സാബു എൽസിയാണ് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ. അപ്പോൾ അതുപോലെ തന്നെ മരുമക്കളിലും ലീലാമ്മയായിരുന്നു. ലീലാമ്മേനെയും വന്നിട്ടും ഇന്നലെ കണ്ടിട്ട് അറിഞ്ഞില്ലല്ലോ, മനസ്സിലാകുന്നില്ല അമ്മയ്ക്ക്, ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതുപോലെ ഇന്നത്തെ കാര്യങ്ങളൊന്ന് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നൽകുന്ന സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ. എന്നിട്ട് ഈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക, ആദ്യമായി കാണുന്നവർ കേട്ടോ. ബാക്കിയുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടൈപ്പ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. ജോലിക്ക് പോകണില്ലേ? ജോലിക്ക് പോകുന്നുണ്ടേ. എവിടെയാ? മെഡിക്കൽ കോളേജില്. മെഡിക്കൽ കോളേജില്. അത് ശരി. വിട്ടുകൊണ്ട് കൂടുവായിരിക്കും. എൻ്റെ അച്ഛനൊക്കെ സുഖമായിരിക്കണം. ഞങ്ങളുടെ കുറേയിരിക്കണേ മറിയത്തിന്റെ മകനല്ലേ? ആ, ഏത് മകനാ? അതെ, ഏത് മകനാ പറഞ്ഞേ? അത് ഏത് മകനാന്നേ? ഇപ്പൊ മാറിപ്പോയില്ല, പെട്ടെന്ന് പ്രാർത്ഥനയിലോട്ട് പോയ. അവരോട് വർത്താനം പറയുന്നില്ലേ? ഇവനോട് വർത്താനം പറയുന്നില്ലേ? ഇവനോട് വർത്താനം വിശേഷമൊന്നും ചോദിക്കുന്നില്ലേ എന്ന്? ഇവനോടേ ഒന്നും ചോദിക്കാനില്ലേ? ഒന്നും ചോദിക്കാനില്ലേ? ധാരാ ഇത്? ഏത് മകൻ? ഏത് മകൻ? ഏത് മകനാ? എന്റെ മക്കളുടെ മക്കള്. മക്കളുടെ മക്കളാണോ? മക്കളുടെ മക്കളൊക്കെ കുഞ്ഞുങ്ങളാ. മക്കളുടെ മക്കളൊക്കെ വലുതായാലും കൂടി ഇല്ല, വേറെ ചെറുതല്ലേ. മക്കളുടെ മക്കളൊക്കെ ചെറുതല്ലേ എന്ന്, വലിയതായില്ലല്ലോ. ഇതാരെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ അമ്മ എപ്പോഴും ഓർക്കുന്നതാണല്ലോ. മനസ്സിലായില്ലേ? നമ്മളല്ലെന്നോ? നമ്മളെങ്ങനെയാ? ആ, അവൻ ആരാന്ന്, അമ്മയുടെ ഏത് മകനാന്നാ ചോദിച്ചേ? മകനുമായിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്നത്. ഏത് മകനാത്? ഏത് മകനാത് ചോദിക്കണേ? അവരേതായാലൊക്കെ അവനവന്റെ മക്കളായി. അവന്റെ മക്കളാ, പേര് മറന്നുപോയല്ലോ അമ്മ. സ്ഥിരം വ്യത്യാസമില്ലല്ലോ. അമ്മേ എപ്പോഴും ഓർത്തിരിക്കുന്ന ആളാണല്ലോ. ഉള്ള മക്കളൊക്കെ കാരണന്മാർക്ക് മക്കളാ. അതൊക്കെ അതെ, അവർക്ക് വിലപ്പെട്ടതാ. അതെ, അവര് നോക്കണ്ടതാ. അതൊക്കെ അതെ. അതിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് അറിയാനുള്ള. അല്ലെന്നേ, ഇവന്റെ പേര് ഓർക്കുന്നുണ്ടോന്നാ ചോദിച്ചേ. ഇവന്റെ പേരെപ്പോഴും അമ്മ പറയുന്നതല്ലായിരുന്നോ? പേരെന്താന്ന്? പേര് പേരോ?
ആ പേരൊക്കെ നേരത്തെ ഇട്ടേക്കണ പേരാ. ആ എന്നാ ഒരു ചെറുപ്പത്തില് പിന്നെ മാമോദിസാക്കൊക്കെ ഇട്ടണ പേരാ. പിന്നെ ഇടയ്ക്കിട്ട് ആരാ പേരുണ്ടാവും. അതാണ് പേരിടാനല്ല പറഞ്ഞേ, നടക്കാൻ പോകുന്നത്. വിളിക്കുന്ന പേരാ ചോദിച്ചത്. അവനെ ഏ വിളിക്കുന്ന പേരാ ചോദിച്ചത്. ഏ അവനെ വിളിക്കുന്ന പേരില്ലേ, പേര് പേര് പേര്. പേരോ? ആ പേരൊക്കെ അവർക്ക് ഇട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ അതെന്നാന്ന് ആ ഓർത്ത്. പേരൊക്കെ മതി. ആ അത് മതി, അതൊന്ന് പറയാനാ പറഞ്ഞേ. പ്രത്യേകിച്ച് പേരൊന്നും വേണ്ട. അതൊന്ന് ഓർത്ത പറഞ്ഞേ. അത് പേര് അവർ ജാതി മതം മാറിയില്ലല്ലോ, പിന്നെ എന്നത്ര പേര് മാറ്റണം. ആ പേരൊന്നും മാറ്റണ്ടെന്ന്. അവർ ക്രിസ്ത്യാനികളാ. ആ പേരൊന്നും മാറ്റണ്ടെന്നേ. അമ്മ ഓർത്തൊന്ന് പറഞ്ഞേ, ഏ? അവൻ്റെ പേരൊന്ന് പറഞ്ഞേ. പേരൊക്കെ പറവാനെ. ആഹാ പേരെന്നെ അറിയത്തില്ല. സാബു. താവോ ആ അത് ആ പേര് വലിയ പാടുള്ള കാര്യമാണ്. പാടുള്ള കാര്യമില്ല, അമ്മ പറയുന്നതാണല്ലോ. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. പഠിക്കാൻ നല്ല എളുപ്പമുണ്ട്. അമ്മ എപ്പോഴും ഓർത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പേരല്ലേ. അതുകൊണ്ടാണ് ചോദിച്ചേ. സാവുനെ മറക്കാറില്ലായിരുന്നല്ലോ, എല്ലാം മറവിയിലോട്ടായി. തോന്നി സാവു എന്നൊക്കെ എൻ്റെ മക്കളുടെ പേര്. ആ അതാ പറഞ്ഞത്, അത് പറയാനാ പറഞ്ഞത്. ഇവിടൊന്നും പറയുന്നില്ലേ? ഏ ഏ ഒന്നും ചോദിക്കുന്നില്ലേ? അല്ല ഒന്നും വിശേഷമൊന്നും ചോദിക്കുന്നില്ലേന്ന്? ഇതാണ് എനിക്കറിയത്തില്ല. അവരുടെ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ലേന്ന്? ചെവി കേൾക്കുന്നില്ലേ? ചെവി കേൾക്കത്തില്ലേ? എന്നാന്ന് രീതിയിലില്ല. ആണോ? വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നാ ചോദിച്ചേ. പ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളില്ലേ? ആ എന്നെ ഒന്ന് പൊളപൊള പറഞ്ഞ കാര്യം. അതേ ഓരോ പ്രായത്തിനനുസരിച്ച് കാരണന്മാർക്കും മക്കൾക്കും മാറ്റമുണ്ട്. അതുണ്ട്. അതനുസരിച്ചൊക്കെ അവരോട് പെരുമാറണം. കാരണന്മാരോടും പെരുമാറണം, മക്കളോടും പെരുമാറണം. അല്ലെങ്കിൽ അവർക്ക് അതിനൊക്കെ പിടി കിട്ടുമോ? അമ്മ എപ്പോഴും ഓർത്തിരിക്കുന്ന ആളല്ലേ, എപ്പോഴും അമ്മയുടെ ഓർമ്മയിലുള്ള ആളാണല്ലോ എന്ന് ഓർത്താ ചോദിച്ചത്. പിന്നെ അന്തോ ബന്ധവും ഇല്ലാതെ കണ്ടൂറ് കാളയായിട്ട് കളിക്കരുത്. സാബുവിനോട് വിശേഷമൊന്നും ചോദിക്കുന്നത് വേണ്ടാത്ത തരത്തിൽ വെള്ളക്കൊണ്ട് വെള്ളിക്ക് ഒഴിച്ചു കൊടുത്ത പോലെ കൊടുക്കാൻ പറ്റിയ അവർക്കെല്ലാം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഞങ്ങളുമായി. സാബുവിനോട് വിശേഷമൊന്നും ചോദിക്കുന്നില്ല എന്നാ ചോദിച്ചേ. ഒത്തിരി ദിവസമായില്ലേ കണ്ടിട്ട്. എന്നാ സാബുവിനോടേ, ഇത് സാബു അല്ലേ? സാവോ? ആ പിന്നെ ആരാ? അപ്പം അവനോട് വിശേഷമൊന്നും ചോദിക്കുന്നില്ലേ? എന്നാ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ലേന്ന്? വിശേഷങ്ങളോ? ആ എന്നാ വിശേഷം? അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? എനിക്കറിയില്ല. വിശേഷങ്ങൾ നമ്മൾക്ക് കൊടുക്കണമെന്നോ അവനോ അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്കറിയാം. കൊടുക്കാനല്ലെന്നും മേടിക്കാൻ ചോദിക്കുന്നില്ല എന്ന് ചോദിച്ചമ്മ. അതൊക്കെ അവർക്ക് കൊടുത്തോളും. അത് കത്തോലിക്ക സഭയല്ല. ആ കത്തോലിക്ക സഭയിൽ അവർ ചെയ്യുള്ളൂ. വേണ്ടതൊക്കെ അതിനൊക്കെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഒരു തടസ്സമില്ല. ആണോ? അമ്മ ആരും തള്ളിക്കളയയില്ല. അമ്മ വിശേഷമൊന്നും ചോദിക്കുന്നില്ലേ? അമ്മ വിശേഷമൊന്നും ചോദിക്കുന്നില്ലേന്ന്? അവനോടേ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നാ ചോദിച്ചു. ഒത്തിരി ദിവസം കൂടി വന്നതല്ലേ. വർത്താനം പറയുന്നില്ലേന്ന്? വർത്താനം പറയുന്നില്ലെന്നാ ചോദിച്ചേ. വർത്താനം പറയുന്നില്ലേന്ന്? ആരോട്? അവനോട്, സാബുവിനോടേ. സാബുവിനോട് വർത്താനമൊന്നും പറയുന്നില്ല എന്നാ ചോദിച്ചേ. വർത്താനം? ആ ആരുമായിട്ട്? ഇവരുമായിട്ട്. അത് ഒരുപാട് വർത്താനം പറയാൻ എന്തിനാ? അതിനാ അമ്മ പറയണാണല്ലോ. ആവശ്യത്തിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി. ആ അമ്മ അല്ലാതെ പറയുന്നതാണല്ലോ. കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ആ കാര്യങ്ങളൊന്നും ചോദിച്ചു കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചേ. വാരിക്കോരി ഇവിടെ പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം അലമ്പായി. അയ്യോ അലമ്പൊന്നുമില്ലത്. അതെ, മക്കളല്ലേ, മക്കളായിട്ടൊക്കെ ഇനി അലമ്പുണ്ടാക്കണേ. മനസ്സിലാകാനുള്ള പ്രായമൊക്കെ ആയാ ഇത് മനസ്സിലായിക്കോ. ആ അവൻ പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം. ആ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏറ്റിരുന്ന് വർത്താനം ഏറ്റിരുന്ന് വർത്താനം പറയേണ്ടതാണല്ലോ. വർത്താനം പറയാൻ ആ ആര്? എലിക്കുട്ടി. എലിക്കുട്ടിയെ. എന്നോടോ? ആ അവനെ കണ്ടൊക്കെ പറയാൻ വന്നല്ലേ. അമ്മ അന്നേരം കിടന്നാൽ അങ്ങനെ ശരിയാണേ. ഒരു അത്യാവശ്യത്തിന് പറയും. കണ്ടവാനും എപ്പോഴും കോരി കണ്ടവാനും പറയാൻ ആ ഒരു കണക്കുണ്ട്. ആ കണക്കിനുള്ളൂ. അതാ നല്ലത്. മനസ്സിലാവുള്ളൂ മനുഷ്യർക്ക്. പിന്നൊന്നും ചോദിക്കുന്നില്ല. പറഞ്ഞു പോവും. പിന്നൊന്നും ചോദിക്കുന്നില്ല. പിന്നെ എന്താന്നല്ല, വേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി. വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അന്നേരം അത് അലമ്പ. അതേന്നേ. ഓരോ മനുഷ്യരുടെ ആവശ്യങ്ങൾ നടക്കേണ്ടത് എന്നാന്നുള്ളത് ആ മനുഷ്യരാണ് മനസ്സിലാക്കിയെടുക്കണം.
ബുദ്ധിയും കഴിവും വേണം. ചായ കുടിച്ചോ? ചായ കുടിച്ചോന്നു? ഞാൻ ചായ കുടിച്ചോന്നു? ഞാൻ കുടിച്ചില്ല. ചായ കുടിച്ചില്ല? കുടിക്കാറായില്ലേ? അത് കുടിക്കാനായില്ല. ചായയൊക്കെ രാവിലെ കുടിച്ചതല്ലേ? ചായയൊക്കെ രാവിലെ കുടിച്ചതല്ലേ? കാപ്പിയല്ലേ കുടിക്കാനുള്ളൂ? ചായ കുടിച്ചോ? ഇനി കാപ്പിയല്ലേ കുടിക്കാനുള്ളൂ? രാവിലത്തെ ഭക്ഷണം കാലത്തെ ആ അത് കുറച്ച് കഴിഞ്ഞിട്ടായാലും എപ്പോഴെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിൻ്റെ സൗകര്യത്തിന് കുടിച്ചാൽ മതി. ആ വന്നിട്ട് വേറൊരാളുണ്ട്. അത് നോക്കി, ഇതാരാ നോക്കി. സാമനോട് വർത്തമാനം പറയാനൊന്നും വലിയ താല്പര്യമില്ല. പേരൊക്കെ പറയാൻ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞത് പിന്നെ അറിയാലേ. എവിടത്തെയാ? ഇവിടത്തതാ? ഇവിടത്തെയാ? ഞാനറിയും. പറഞ്ഞിപ്പോ പറയണം. ഞാൻ ഒത്തിരി ആയില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായാലോ. അത് മോനല്ലേ, സാവുമാൻ. ലീലാമ്മയുടെ ആങ്ങള. ലീലാമ്മയുടെ ആങ്ങള അർത്തക്കലുള്ള. അർത്തങ്കിലോ? അവിടെ ജോലിയാണോ? അല്ലെന്നേ, അർത്ഥങ്ങളുള്ള ലീലാമ്മയുടെ ആങ്ങളെയാന്നേ. ഇവിടുന്ന് വന്നാണോ? അർത്തങ്ക സ്ഥിരമാണോ താമസം? അർത്തങ്കപ്പള്ളിയിലെ ജോലിയുണ്ടല്ലേ? പള്ളി ജോലിയല്ല, ഇവിടെ വീട് അവിടെയാ. വീട് അവിടെയാ. വീട് അവിടെയാ അല്ലേ? താമസം. അപ്പം കാര്യങ്ങളൊക്കെ നടത്താൻ എളുപ്പമുണ്ടോ? അങ്ങനെയാ. അത് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോയി ഒരു ജോലി ചെയ്യാൻ ഒരു കാര്യം ചേർത്താന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. അത് ശരിയായില്ല. അതൊക്കെ നമ്മൾ ദിവസേന ചെയ്യേണ്ടത് ദിവസേന ചെയ്യണം. അല്ലാത്ത ഇത്ര ദിവസം ഒന്ന് കത്തോലിക്ക സഭയൊക്കെ തീരുമാനം എടുക്കും. ആ തീരുമാനത്തിൽ കൂടെ പോകണം. എന്തെങ്കിലും നമുക്കതൊക്കെ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഏതാണെന്ന് അറിയത്തില്ല. അത് വീട് എവിടെയാ നിന്റെ? അർത്തങ്കൽ തന്നെ. അർത്തങ്കല അവിടെയാണോ? ആഹാ, ഒന്ന് ഒത്തിരി ദൂരമാണല്ലോ. അവിടെ നിന്നൊക്കെ എന്നും വരാൻ പറ്റിയല്ലോ. ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടല്ലേ വല്ലപ്പോഴും വരുന്നേ. അവിടെയാണ് താമസം. അതാ നല്ലത്. നമുക്ക് അത് സൗകര്യത്തിനുള്ള പള്ളിയായാലും പള്ളിക്കൂടായാലും ഒക്കെ പിള്ളേരുടെ അടുത്തൊക്കെ ഉള്ളവർക്ക് അവിടെയാ താമസിക്കാൻ നല്ലത്. അവർ സ്വന്തമായ വീടില്ലെങ്കിലും ആരുടെയെങ്കിലും ഒരു വീട് മേടിച്ച് കിടക്കണം, താമസിക്കണം. അതല്ലേ എളുപ്പമുണ്ട്. എല്ലാവർക്കും വീടുണ്ട്. എല്ലാവർക്കും വീടുണ്ടെന്നേ. എല്ലാത്തിനും സൗകര്യം കിട്ടും. അങ്ങനെയുള്ള സൗകര്യം എല്ലാ കാര്യത്തിനും നാലുപാട് ഓടിപ്പോകാതെ നമ്മൾ താമസിക്കുന്നിടത്തോണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ച് കിട്ടുമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിപ്പോവും, നന്നാവുകയും ചെയ്യും. അത് മതി. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പം നമുക്ക് അവസാനം ഒന്നുമില്ലാതെ വരും. അങ്ങനെയുണ്ട്. ചാച്ചനും അമ്മയൊക്കെ സുഖമായിരിക്കണം. ചാച്ചനും അമ്മയ്ക്കൊക്കെ എന്നാ ജോലി? ജോലിയൊന്നുമില്ല, പ്രായമായില്ലേ? ചാച്ച മരിച്ചുപോയി. മരിച്ചുപോയാ? ചാച്ചൻ എന്നായിരുന്നു? പ്രായം ചെയ്തിട്ട് പ്രായ സുഖമില്ലായിരുന്നു. പ്രായമായല്ലേ? പ്രായമായിരുന്നു. 60 വയസ്സുണ്ടോ? 85 വയസ്സുണ്ട്. ഉണ്ടോ? അതും പിന്നെ അതിൻ്റെ കാര്യം. മക്കളൊക്കെ വളർന്നോ? പിന്നെ മൂത്ത മകനായിരിക്കുന്നേ. മൂത്ത മകനാ. എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച? ജോലിയുണ്ടോ? പിന്നെ എന്നാ? പിന്നെ കാരണവന്മാർക്ക് ആത്മാവിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇതൊക്കെ ചെയ്താൽ പോരെ, ഇത്രയൊക്കെ കിട്ടിയാൽ പോരെ. അതൊക്കെ വലിയ ബാക്കിയാ. ഇപ്പം താമസിക്കാൻ എവിടെയാ മോനെ?
അർത്തിങ്കല. അർത്തുങ്കല്. അർത്തങ്കല. അർത്തങ്കൽ നല്ല സൗകര്യമുള്ള സ്ഥലമല്ലേ? അവിടെയാണ് നേരത്തെ പോയി താമസിക്കാൻ. ആണോ? ഇനി കേൾക്കാൻ പോയാ ഇന്ന് പോവാണേ. പോവോ? ആ പോവും. പോവാണോ? പോവാ. ഇപ്പം പോവാണോ? ആ അവന് ജോലിക്ക് പോകണ്ടേ? ഇനി എന്നാ വന്നേ? ഇന്നലെ രാത്രി വന്നു. നീ ഇടയ്ക്ക് വരും. ഇനി എന്ന് വരുന്നത്. ഇടയ്ക്ക് വരുമെന്നേ. വരുമോ? ആ സമയമില്ലല്ലോ. പണിയില്ലേ? ജോലിയില്ലേ? ജോലിയില്ലേ? ആ ഉണ്ട്. ജോലി ഉള്ളതുകൊണ്ട് അടുപ്പിച്ച് വരാൻ പറ്റിയില്ല, ഇടയ്ക്കൊക്കെ വരാൻ പറ്റുള്ളൂ. ഏ? ജോലി ഉള്ളതുകൊണ്ടേ തെരുതര വരാൻ പറ്റിയില്ലല്ലോ. ജോലി ഉള്ളതുകൊണ്ടേ തെരുതര വരാൻ പറ്റത്തില്ലല്ലോ. ജോലി കൂടാതെ പിന്നെ എന്താ ചെയ്യാൻ? പിന്നെ എങ്ങനെ ജീവിക്കണം? എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം വേണ്ട. പിന്നെ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും എന്നാലനുസരിച്ച കാര്യം നടക്കും, അത്രയേ ഉള്ളൂ. വിദ്യമായ ജോലി കിട്ടണമെന്ന് എന്തെങ്കിലും ഉള്ളൂ കുടുംബം കഴിഞ്ഞ് കൂടാൻ പറ്റുള്ളൂ. കൊച്ചുങ്ങളെ നന്നാക്കാൻ പറ്റും. എത്ര പിള്ളേരുണ്ട്? 2 മക്കളുണ്ട്. 2 വലിയതായോ? ഇതൊക്കെ പഠിച്ചോണ്ടിരിക്കുമല്ലേ? ആണോ? ആ ഡിഗ്രിക്കാ? ഡിഗ്രി എല്ലാവരും ഡിഗ്രിക്കാരൊക്കെയാ. പഠിക്കാനൊന്നും മടിയില്ലല്ലോ അല്ലേ? പഠിക്കാൻ മടിയില്ലല്ലോ, അത് മതി. രാവിലത്തെ കാപ്പി കുടിക്കാനുണ്ട് അല്ലേ? രാവിലത്തെ കാപ്പി കുടിക്കാനുണ്ട്. എന്നാ കാപ്പി കാപ്പിയോ? ആ എന്നാ കാപ്പി? രാവിലത്തെ കാപ്പി കുടിക്കണ്ടേ? കാപ്പി അല്ല കുടിക്കാൻ, എല്ലാവരും ചായ അല്ലേ? ആ ചായ. ഒരു കാപ്പിയാണോ? ആണോ? അമ്മയ്ക്ക് ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അമ്മയ്ക്ക് കാപ്പി ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം ചായയുടെ ആളാണ്. ചെറുപ്പത്തിലെ ശീലിച്ചു പോയാൽ പിന്നെ അതോ പറ്റുള്ളൂ. ആനും ചായ കാപ്പിയാണോ? അല്ല, ചായ. ആ നിങ്ങളൊക്കെ ഒരു സ്ഥലത്താണ് താമസിക്കണേ? ഞാനിവിടെയല്ല താമസിക്കുന്നത്. ആണോ? ഇവിടുത്തെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്നാ? കുതിരക്കട്ടയില്. ഏ? കുതിരക്കട്ടയില്. കുതിരക്കട്ടയിൽ. നമ്മുടെ വീടിൻ്റെ പേരാണ്. ആ നമ്മുടെ മകനല്ലേ അത്? അമ്മയുടെ മകനല്ലേ? നമ്മുടെ പഴയ പേര് വീടിൻ്റെ പേരല്ലേ അത്? പുതിയ പേരയ്ക്കും അതായത് പുതിയ പെരയ്ക്കും ആ വീട് പേര് തന്നെയാ. എത്ര വർഷങ്ങളൊക്കെ ആയതാ. അത് മക്കളിലേക്ക് പകർന്നു പോകത്തില്ല, അങ്ങോട്ട് പോകും. പിന്നെ അതങ്ങനെയാ. പിന്നെ തലമുറ അങ്ങ് പോകും. സന്താനങ്ങൾ വളർന്നു വരുന്നതനുസരിച്ചല്ലാതെ അവിടെ താമസം കൂടി വരുമോ? അല്ലെങ്കിൽ പിന്നെ അന്നേരം എല്ലാവരും നാലുപാട് പോകും. പിന്നെ ഒരു സ്ഥിരതയില്ല ജീവിതം. എല്ലാവരും മട്ടത്തിലുണ്ട്. പള്ളിയുടെ ആണേലും മറ്റു വള്ളവരുടെ ആണേലും ഒക്കെ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കാണും. കെട്ടിടങ്ങൾ മിക്ക സ്ഥലത്തും ഉണ്ട്. അതൊക്കെ വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല, പൈസ കിട്ടും. അധ്വാനിക്കും വേണ്ട. കെട്ടിടം പണിത് തട്ടാൽ മതി അല്ലേ? കെട്ടിടം പണിതിട്ട് വാടകയ്ക്ക് കൊടുത്താൽ മതി, അധ്വാനിക്കേണ്ട ആവശ്യമില്ലല്ലേ? എന്നാ കെട്ടിടം പണിതട്ടെ വാടകയ്ക്ക് കൊടുത്താൽ മതി, അധ്വാനിക്കേണ്ട ആവശ്യമില്ല. വാടകയോ? ആ വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് പൈസയൊക്കെ കിട്ടുമോ? ആ എല്ലായിടത്തും ഒന്നും കിട്ടിയല്ലേ? കിട്ടാൻ വിഷമായിരിക്കും. ആ എല്ലാവരും ഒന്നും തരികയില്ല. പഴയ കാലത്തൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടോ. അവരുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുള്ളൂ. അല്ലാതെ വേറൊരുത്തരും അടിമയായിട്ട് ആരും നിൽക്കുകയല്ല. ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇടകൊണ്ട് ഇതെല്ലാം നല്ല നീറ്റായി.
അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മാറിയത്. ഉം. മറ്റേത് ഒരു പൈസ പോലും കാണാൻ ഒരു മനുഷ്യൻ്റെ കയ്യിലില്ല, ഒരു മക്കളുടെ കയ്യിലില്ല, ഉം. കിട്ടാനില്ല. അതുകൊണ്ടാണ് കൊടുക്കുകയല്ല, ഉം. കൊണ്ടേലും കൊടുക്കുകയല്ല, അങ്ങനെയായിരുന്നു. കാരണവന്മാരാ ഏ കാരണവന്മാരാ പിന്നെ കാരണവന്മാരാണോ കുടിക്കലാഞ്ഞേ? കൊടുക്കുകയില്ലാത്തോ? ആ കൊടുത്താൽ പിന്നെ അവർ ചിലവാക്കിയല്ലേ, ആ പിന്നെ കിട്ടുമോ? ആ അത് കിട്ടിയല്ല. അതിനാ അന്നത്തെ കാലം അങ്ങനെയൊക്കെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അങ്ങനെ ചികിത്സിച്ച് പോയിരുന്നാൽ പിന്നെ നമുക്ക് മുന്നോട്ട് അത് വലിയ ദോഷം ചെയ്യും. നമ്മുടെ കുടുംബജീവിതം പാഴായിപ്പോവും. അതാണ് മനുഷ്യൻ ആരംഭം മുതൽ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം വേണം. അങ്ങനെയാണ് ഓരോ കുടുംബങ്ങളും നന്നായി പോകും. ഇനി എല്ലാവരും അതെ എവിടെ പോവോ? എങ്ങോട്ടാ പോണേ? അമ്മയെ കാണാൻ വന്നതാ. വീട്ടോട്ടാ. ആ. അവിടെ ആരും അമ്മയും ചാച്ചനൊക്കെ ഉണ്ടോ? ഉണ്ടോ? ചാച്ചൻ മരിച്ചുപോയി. തിരിച്ചു പോയോ? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഞങ്ങൾ 6 പേര്. ഏ? 6 മക്കളാ. 6? നല്ല ജോലിയുണ്ടല്ലോ, നല്ല പാരാപ്പുറമുണ്ട്. ഇവര് മക്കൾ 6 പേരെന്നാ പറഞ്ഞേ. ഇവര് മക്കൾ 6 പേരെന്നാ പറഞ്ഞേ. അപ്പനും അമ്മയ്ക്ക് 6 മക്കള്. അപ്പനും അമ്മയ്ക്ക് 6 മക്കള്. മക്കള് പഠിക്കുന്നതാണോ? പഠിക്കുകയൊക്കെ ചെയ്യുമോ? ഞങ്ങളെല്ലാരും കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച്. ഇപ്പോൾ ഉള്ള മക്കളൊക്കെ അങ്ങനെയൊക്കെയാ, അവർക്ക് തോന്നിയതൊക്കെയുള്ളൂ. പക്ഷേ ഇവർക്കെല്ലാം ഈ 2 മക്കളേ ഉള്ളൂ. ഉത്തരവാദിത്തമുള്ള പഠനം 2 പേര് ഇതല്ലേ ഉള്ളൂ. രക്ഷപ്പെടുകയുള്ളൂ. നമുക്ക് ജീവിക്കാം. അവർക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവർ ഉത്തരവാദിത്തോടു കൂടി നേരത്തെ മുതൽ ജീവിച്ചു പോകണം. എന്തെങ്കിലും തൊലഞ്ഞു പോകാതിരിക്കും. അല്ലെങ്കിൽ എന്തോരം കിട്ടിയാലും തേയെ. മക്കളൊക്കെ അവര് പോവാന്ന്. ഞാൻ പോവാം. ഏ അവര് പോവാന്ന്. ഞാനും പോവാ. ഏറ്റു വരുന്നില്ലേ? ഏറ്റു വരുന്നില്ലേ? ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ എങ്ങോട്ട്? വീട്ടിലോട്ട്. ഏത് വീട്ടിലോട്ട്? എൻ്റെ വീട്ടിലോട്ട്. പിന്നെ ഏ ഇതാ വീട്. ഏ ഇതാ വീട്. കുതിരക്കട്ടയിലോട്ട് പോകും. ആ ഉദരക്കട്ട ഇതാ. ആണോ? ആ അവര് പോവാന്ന്. ആരാ പറഞ്ഞു? ഏ കുതിരക്കട്ട ഇതാണ്. ഉദരക്കട്ട ഇതാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. ആ ആ ആ വരുന്നത്. സഞ്ജയൻ പോവാണോ? അവര് പോയി. അവര് പോയി. അവരൊക്കെ പോയി. അവർ പോയോ? ആ പോട്ടെ. ആ ആരാന്ന് മനസ്സിലായില്ലല്ലേ? ആരാന്ന് മനസ്സിലായായിരുന്നോ? എന്നാ? ആരൊക്കെയാന്ന് മനസ്സിലായായിരുന്നോ ഒന്ന്? ആ അവരിനി എന്നാ വന്നെ? അത് ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുള്ളൂ. ഇടയ്ക്കൊക്കെ വരുള്ളൂ. ഒത്തിരി അകലെയല്ലേ വീട്? കുറച്ച് കഴിഞ്ഞിട്ടോ? ആ വീടേ ഒത്തിരി അകലെയല്ലേ. എല്ലാവർക്കും ജോലി ഉണ്ടല്ലോ. ആ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴെപ്പോഴും വരാൻ പറ്റത്തില്ല. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കുഴപ്പമൊന്നുമില്ല, ജീവിച്ചു പോകാം, കുഴപ്പമില്ലാതെ പോകുന്നു. സുഖമായിട്ടല്ലേ ജീവിക്കണം. ആ അപ്പോൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്നാ? അർത്തങ്കൽ. അർത്തങ്കൽ. അർത്തങ്കലല്ലേ? ആ അർത്തങ്കൽ നല്ല കരയല്ലേ? പിന്നെ അർത്തങ്കൽ വെളുത്തച്ഛൻ ഇരിക്കുന്ന സ്ഥലമല്ലേ അല്ലേ? അർത്തങ്കൽ വെളുത്തച്ഛൻ. നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ അല്ലല്ലോ. ആ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ എന്ത് പാടാം. ആ ഓ നമുക്ക് വലിയ പാടൊന്നുമില്ല ഇപ്പം. ഇപ്പം വലിയ പാടൊന്നുമില്ല. ഇല്ല ഇല്ല, ഇപ്പം എല്ലായിടത്തും എളുപ്പമാണ്. എന്ത് ബുദ്ധിമുട്ടാണ്. അതൊക്കെ പണ്ടായിരുന്നു. തനിച്ച് ഒറ്റയ്ക്കൊന്നും പോക്കും അതൊക്കെ. അത് പണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും പോവാം, എളുപ്പമാണ്. വണ്ടിയുണ്ട്. ഇപ്പോൾ വിളിച്ചാൽ നേരം വണ്ടി വരും. അമ്മയൊക്കെ ഉണ്ടോ ഏ വീട്ടിൽ? വീട്ടിൽ അമ്മയുണ്ട്. ഉണ്ടോ? ആ അമ്മയും ചാച്ചനും ഉണ്ടല്ലോ അല്ലേ? ചാച്ചനില്ല, അമ്മയേ ഉള്ളൂ. ചാച്ചനോ പോയി? ചാച്ചൻ പോയി, എവിടെ? മുകളിലോട്ട് പോയി. ഈശോയുടെ അടുത്ത് പോയി. എവിടെ പോയി? ഈശോയുടെ അടുത്ത് പോയി. മരിച്ചു പോയോ? ആ അതെന്ന്? അത് വർഷം എത്രയായി? ഒരു കൊല്ലോ? 10-20 വർഷമായി. അത്രയായോ? ആ ഇത് മാത്രം പ്രായമായോ ചാച്ചനോ? ചാച്ചന് അധികം പ്രായമായില്ലായിരുന്നു. ഇപ്പം ഉണ്ടായിരുന്ന പ്രായമായേനെ. ചാച്ചന് എത്ര വയസ്സുണ്ടാകും? 65 വയസ്സ്. 65 വയസ്സ്. 65? ആ 65 വയസ്സെന്ന് പറയുമ്പോൾ സാമാന്യം നല്ല വയസ്സല്ലേ? ആ നല്ല വയസ്സൊന്നും അല്ല. പ്രായമല്ലേ? ആ
ഇപ്പോഴേ മക്കളൊക്കെ വളർന്നില്ലേ, മക്കളൊക്കെ വളർന്നു. ജോലിയായില്ലേ, പിന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.